ഏകദേശം 2 കൊല്ലത്തോളമായി ഗാസയിൽ നടത്തുന്ന മനുഷ്യത്വരഹിതമായ കൂട്ടക്കുരുതി, വംശഹത്യ, അതിലൂടെ ജീവൻ പൊലിഞ്ഞത് 60,000-ലേറെ ഫലസ്തീനുകാർക്കാണ്. ഇപ്പോഴത്തെ സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് ഫലസ്തീന് പ്രത്യേക രാഷ്ട്ര പദവി നൽകേണ്ടതിൻ്റെ അനിവാര്യത 147 രാജ്യങ്ങൾ അംഗീകരിച്ചതുപോലെ ബാക്കിയുള്ളവരും അംഗീകരിക്കേണ്ടതാണ് എന്നുള്ളത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പറയുകയും അതിൻ്റെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, സുരക്ഷാ സമിതിയുടെ വിലയിരുത്തൽ അതിനിർണായകമാണ്. സുരക്ഷാ സമിതിയിൽ പാലസ്തീന് രാജ്യ അനുമതി നൽകണം എന്നുള്ള ആവശ്യം ശക്തമായി ഉന്നയിക്കപ്പെടും. ബ്രിട്ടനും അതുപോലെ തന്നെ ഫ്രാൻസും റഷ്യയും ചേർന്നാൽ 5-ൽ 3 രാജ്യങ്ങളുടെ പിന്തുണ കിട്ടും. ചൈന കൂടി ഈ വിഷയത്തിൽ ഫലസ്തീനോടൊപ്പം നിൽക്കും എന്ന സാധ്യതകൾ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ആകെ എതിർക്കുന്ന ഒരേ ഒരു രാജ്യം US മാത്രമായി മാറും. ഇവിടുത്തെ സ്ഥിതിഗതികൾ അനുസരിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സയനിസ്റ്റ് ഭരണകൂടത്തെ തൂത്തെറിയാൻ എല്ലാ രീതിയിലുള്ള നീക്കങ്ങളും ഇപ്പോൾ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ പല കോണുകളിൽ നിന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പരിപൂർണ പിന്തുണയുമായി റഷ്യ കൂടി വരുമ്പോൾ ഏതറ്റം വരെ ആ പോരാട്ടം തുടരാനുള്ള ധൈര്യവും പ്രചോദനവും വലിയ തോതിൽ, വലിയ അളവിൽ ഇറാന് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സ്ഥിതി വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഫലസ്തീൻ ജനതയോട് കാണിച്ച ക്രൂരതയ്ക്ക് മറുപടി കൊടുക്കാൻ ഹൂതികൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ ചെങ്കടലിൽ പിന്നെ വ്യാപാരം നടത്തുക വളരെ ബുദ്ധിമുട്ടാണ്. ചരക്ക് കപ്പൽ സഞ്ചാരം സുതാര്യമാക്കാനും അത് ഗതാഗത തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനും, പ്രത്യേകിച്ചും ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അതുവഴി കപ്പൽ കടത്തുന്നത്. ഒന്ന് ആലോചിക്കുക, എന്തുമാത്രം അരാജകത്വം നിറയുന്ന സാഹചര്യമാണ് ചെങ്കടലിൽ ഹൂതി വിമതർ സൃഷ്ടിച്ചിരിക്കുന്നത്. പാലസ്തീൻ്റെ മോചനത്തിന് വേണ്ടി വലിയ തോതിലുള്ള നിലവിളി, അത് പലരും മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനാണ് ഇസ്രയേലും വലിയ തോതിൽ ഇസ്രയേലിനെ സഹായിക്കാൻ ശ്രമിക്കുന്ന വലത് ശക്തികളും ശ്രമിക്കുന്നത്. ഇസ്രയേലിനെ പാഠം പഠിപ്പിച്ചേ മതിയാകൂ എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഇറാനെ വലിയ തോതിൽ ആക്രമിക്കാൻ ശ്രമിച്ച ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കുക. ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകളിൽ, അതിനകത്ത് ഇസ്ഫഹാനും ഫോർദോയും ഒക്കെ റഷ്യൻ സംരക്ഷണ വലയത്തിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് കയറി ഇസ്രയേലിനെ ആക്രമിക്കാനോ ഇസ്രയേലിന് ശക്തമായി അവരെ താക്കീത് നൽകാനോ ഒന്നും കഴിയില്ല. പുതിയൊരു ന്യൂക്ലിയർ ഡീലിലേക്ക് എത്തിച്ചേരാൻ റഷ്യയും തയ്യാറാകുന്നു. ഒന്ന് ആലോചിക്കണം, എല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. ചുരുക്കി പറഞ്ഞാൽ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് വലിയ കരുത്ത് പകരുന്ന വാർത്തയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുകൊണ്ടിരിക്കുന്നതും. റഷ്യ കാരണം, അതിനുശേഷം ഫ്രാൻസ് കാരണം, ഇപ്പോഴിതാ കെയർ സ്റ്റാമർ ഭരിക്കുന്ന UK കാരണം.